നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തീരുമാനങ്ങളും അവര് തന്നെ എടുക്കുന്നുണ്ട്. ഏട്ടൻ എന്താ ഈ പറയുന്നത്? അത് നമുക്കൊരു കുറച്ചിലല്ലേ? ഇപ്പോ സുജാതയും ഭർത്താവും കൂടി ജോത്സ്യരെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഏട്ടൻ അങ്ങോട്ട് കേറി ചെല്ലാൻ വേണ്ടി. അതെന്താ, ഈ ജോത്സ്യന് വീടില്ലേ? രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നാ പോരെ? ഏട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നു? മനുഷ്യവർഗത്തിൽ ഇത്തരം ജന്മങ്ങൾ അപൂർവല്ലേ, അതുകൊണ്ട് നോക്കിപ്പോയതാ എന്റെ നളിനി. ലോകത്ത് എന്ത് നടന്നാലും നീ അതിൽ കയറി ഇടപെടുന്ന എന്തിനാ? ഞാനൊന്നും പറയുന്നില്ലേ. കൊറേ കഴിയുമ്പോഴേ ഏട്ടന് മനസ്സിലായിക്കൊള്ളൂ. അവരെ വലിയ മുതലാളിമാരും ഏട്ടനും മോടും വേലക്കാരും പോലെയാണെന്ന്. ആ, അത് ഞാനങ്ങ് സഹിച്ചു പോരെ. മോനുണ്ടായിരുന്നോ? ആ, ഇപ്പൊ ദൈവവിശ്വാസമൊക്കെ കൂടിയിട്ടുണ്ട് എന്റെ മോന്. നിത്യ കണ്ടെത്തി കൊടുത്ത ദൈവങ്ങളോട് നന്ദി പറച്ചില്ല എപ്പോഴും. എന്നാ അമ്മയും മോനും കയറിയിരിക്കെ. വേണ്ടച്ചാ, നമുക്ക് പോവാം. എത്രയും പെട്ടെന്ന് തീയതി നിശ്ചയിക്കാനുള്ള തിരക്കാ ചെക്കന്. മോളെ, അമ്മ പോയിട്ട് വരട്ടെ. ഞാൻ ഇതൊന്ന് മാറിയിട്ട് വരാം അമ്മായി. നിങ്ങളായിരുന്നു ഏട്ടനവിടെ? അപ്പൊ വഴി കണ്ടില്ലേ? ഇല്ല. സുജാതയും മോനും വന്നിരുന്നു. അവരുടെ വണ്ടി കയറി പോയിട്ടുണ്ട്. എങ്ങോട്ട്? കല്യാണത്തിന് മുഹൂർത്തം കുടിക്കാനേ അവരുടെ വീട്ടില് ജോലിസ്യം വന്നിട്ടുണ്ടെന്ന്. എല്ലാ കാര്യത്തിനും അവരുടെ വീട്ടിൽ പോകുന്നത് ശരിയാണോന്ന് ഞാനൊന്ന് ചോദിച്ചു. അതിനെനിക്ക് കിട്ടുകയും ചെയ്തു. ഇതെന്താ നിങ്ങളുടെ എല്ലാരെയും മുഖത്തൊരു ഗൗരവം? നിങ്ങൾ എവിടുന്ന വരുന്നേ? ഒന്നുമില്ല അമ്മായി. അച്ഛാ, മുഹൂർത്തം നിശ്ചയിച്ചു വരുന്ന ഏട്ടനോട് എങ്ങനെ ഞാൻ ഈ കാര്യം പറയാ? അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് പറയാം. ഇത് നടക്കാൻ പാടില്ല അച്ഛാ, ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. എന്താ ചെറിച്ച? ഒന്നുമില്ല മോള്, എന്തെടുക്കാന്ന് നോക്കിയതാ. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ജീവൻ കൊണ്ടുവന്ന പുസ്തകങ്ങളായതൊക്കെ. മോളെ, ഈ വിവാഹം എന്റെ ഭാഗ്യമാണ് ചെറിച്ച.
സത്യം പറഞ്ഞ ഞാനിതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരമ്മ, എന്റെ ഇഷ്ടം മാത്രം നോക്കുന്ന ഒരാള്, അച്ഛന്റെ കാര്യങ്ങള്, അച്ഛന്റെ ചികിത്സ എല്ലാവരും ഏറ്റെടുത്തിരിക്കാം. അതൊക്കെ ശരിയാ. മോൾക്ക് ജീവനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നല്ല നേരത്തെ ചെറിയച്ഛൻ ചോദിക്കുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ കുറിച്ച് മോളോട് അഭിപ്രായം ചോദിക്കുന്നത് ഈ നേരത്താണോ? വൈകിപ്പോയി. ചെറിയച്ഛനതറിയാം. ചെറിയച്ഛൻ പേടിക്കണ്ട. ആദ്യമായി കണ്ട സമയത്ത് എനിക്ക് ജീവനെ കുറിച്ച് തോന്നിയത് അധികം സംസാരിക്കില്ല, അല്പൊക്കെ അകന്നു നിൽക്കുന്ന രീതിയാന്ന. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ അമ്മയെ പോലെ തന്നെ മകന്റെ ഉള്ളിലും സ്നേഹം മാത്രമേ ഉള്ളൂ. എത്രയോ നാളായി അച്ഛനെ ഞാൻ ഇത്രയും സന്തോഷത്തോടെ കണ്ടിട്ട്. അച്ഛന്റെ കണ്ണുകൾക്ക് ഇപ്പോ എന്തൊരു തിളക്കാന്നറിയോ? എനിക്കിത് മതി ചെറിയച്ച. എനിക്ക് കിട്ടിയ ജീവിതത്തില് അച്ഛൻ സന്തോഷിക്കുന്നുവെങ്കില് എന്നെ ദൈവങ്ങൾ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നതിന്റെ തെളിവാ അത്. എന്നാ ശരി, മോളത് നോക്കിക്കോളൂ. ഓ, ചെറിയച്ഛൻ ശരിക്കും എന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? ഏയ്, ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ചൊന്നുമില്ലാന്ന്. നിന്റെ സന്തോഷം കാണാൻ തന്നെയാ. ശരി മോളെ. ആഴ്ചക്കണക്കൊന്നും നോക്കണ്ട, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുഹൂർത്തം. അതെന്നായാലും കുഴപ്പമില്ല, അങ്ങനെയല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ ആഗ്രഹിക്കുക. സൗകര്യം നോക്കി തീയതി നിശ്ചയിക്കുന്നവരുണ്ടാവാം, അവര് ചെയ്തോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.